ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പിനേഷണൽ സർക്യൂട്ടും അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് വരുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ടാണ്. സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് തന്നെയാണ്. ഓക്കെ, അതിന് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ സർക്യൂട്ടാണ്. കോമ്പിനേഷൻ സർക്യൂട്ടിൽ നിന്ന് അതിൻ്റെ ഒരു ഔട്ട്പുട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒന്നിലധികം ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഔട്ട്പുട്ടിലെ ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മെമ്മറി ഉണ്ടാവും. ഓക്കെ, ഈ മെമ്മറി വാല്യൂവിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്ലോക്ക് സിഗ്നൽ കൊടുക്കും. ഇതാണെന്ത് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട്. ഓക്കെ ആണല്ലോ. അത് സീക്വൻഷ്യൽ സർക്യൂട്ടിൽ വരുന്ന നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് സീക്വൻഷ്യൽ സർക്യൂട്ട്സുകളാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ, രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 കാറ്റഗറി കൂടി നമുക്ക് ഈ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ അണ്ടറിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കാം. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബിറ്റ് ഓഫ് ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ സർക്യൂട്ടുകളാണ്. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റേറ്റുകളാണ് അതിനുണ്ടാവുക. അപ്പോൾ അതിൽ 2 സ്റ്റേറ്റ്സാണ് ഉണ്ടാവുക. ഓക്കെ, അതായത് സെറ്റും റീസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്റ്റേറ്റുകളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് റീസെറ്റ് 2 സ്റ്റേറ്റ് ഉണ്ടായതുകൊണ്ട് ഇതിനെ 2 സ്റ്റേബിൾ ബൈസ്റ്റേബിൾ എന്ന് പറഞ്ഞൂടെ. ഓക്കെ, അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമുക്ക് അതർവൈസ് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയാം. ഓക്കെ, ഈ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണുള്ളത്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ്. SR എന്ന് പറഞ്ഞാൽ സെറ്റ് റീസെറ്റ്, JK എന്ന് പറയുമ്പോൾ ജാക്ക് കിൽബി, D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, T ഫ്ലിപ്പ് ഫ്ലോപ്പ് ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇനി നമുക്ക് SR ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വരാം. SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ നമുക്ക് പറയാനുള്ളത് ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും, അതായത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിക്കോട്ടെ, D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിക്കോട്ടെ, T ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ആ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ ഏതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലും നമുക്ക് ഒന്നുമില്ലെങ്കിൽ നാൻഡ് ഗേറ്റ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നോർ ഗേറ്റ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യുക. നാൻഡ് ഗേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ നോർ ഗേറ്റ് ആയിരിക്കും ഏതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ബേസിക് യൂണിറ്റ്. ഓക്കെ, ഇനി SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ പറയുള്ളത്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ സെറ്റ് റീസെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ. സെറ്റ് റീസെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് അതിൽ 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും ഉണ്ടാവുക. നമ്മൾ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മെൻഷൻ ചെയ്യുക. അതായത് ഇതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ, SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ 2 ഇൻപുട്ട് എസും ആറും, 2 ഇൻപുട്ട് 2 ഔട്ട്പുട്ട്, Q എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഉണ്ടാവും, Q ബാർ എന്ന് പറഞ്ഞിട്ടൊരു ഔട്ട്പുട്ട് ഉണ്ടാവും. ഇതായിരിക്കും ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സർക്യൂട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. നമ്മൾ 4 നാൻഡ് ഗേറ്റ് വേണം ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് നോക്കാം. ഫസ്റ്റ് നാൻഡ് ഗേറ്റ് ഇവിടെ നിൽക്കുക, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ, ഈ ഒരൊറ്റ സർക്യൂട്ടിലേക്ക് മാത്രം നോക്കുക. ഈ സർക്യൂട്ടിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് കോമ്പിനേഷൻ സർക്യൂട്ടിൽ നിന്ന് അല്ലേ, നമ്മളൊന്നൊരു ഫീഡ്ബാക്ക് ചെയ്തിട്ട് ഇൻപുട്ടിലേക്ക് തന്നെ കൊടുത്തു. ഇതാണ് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ ഈ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് ചെയ്തിട്ട് 1 2 3 4 ഫോർത്ത് നാൻഡ് ഗേറ്റിലേക്ക് ഇൻപുട്ട് ചെയ്തു. ഫോർത്ത് നാൻഡ് ഗേറ്റിൽ നിന്ന് ഔട്ട്പുട്ട് ചെയ്തിട്ട് തേർഡ് നാൻഡ് ഗേറ്റിലേക്ക് ഇൻപുട്ട് ചെയ്തു. 2 ഫീഡ്ബാക്ക് കഴിഞ്ഞു. ഓക്കെ, ഇത്രയും ഭാഗത്തിനെ നമ്മളൊരു ലാച്ച് എന്ന് പറയുന്നത്.
പിന്നെ നമ്മൾ ഒരു 2 NAND ഗേറ്റ് കൂടി വെച്ചു. ഫസ്റ്റ് സെക്കൻഡ് കൺസ്ട്രക്ട് ചെയ്തു. ഇവിടെ നിന്ന് ഫസ്റ്റിൽ നിന്ന് എസ്സും സെക്കൻഡിൽ നിന്ന് ആറും ഇൻപുട്ട് ചെയ്ത് നെക്സ്റ്റ് ഇൻപുട്ടിനെ നമ്മൾ ഷോർട്ട് ചെയ്ത് ഒരു ക്ലോക്ക് പൾസിലേക്ക് കൊടുത്തു. ഇതാണ് ഒരു ബേസിക് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇത് ഇങ്ങനെ പഠിച്ചു വെക്കാം. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ട്രൂത്ത് ടേബിൾ നോക്കുന്ന സമയത്ത് നമ്മൾ ട്രൂത്ത് ടേബിളിൽ 2 ഇൻപുട്ടാണ് അല്ലേ. എസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻപുട്ട് ഉണ്ട്, ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, ഇനി നോക്കാം, നമ്മളൊരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് പറയുന്ന സമയത്ത് ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ അല്ലേ, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടിനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്താൽ മതി. നമുക്ക് ക്യൂവിനെ മാത്രം കൺസ്ട്രക്ട് ചെയ്താൽ ക്യൂ ബാർ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് അല്ലേ. അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്താൽ ക്യൂ ബാർ കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇൻപുട്ടും ഇതിൽ ഔട്ട്പുട്ടിനെ നമ്മൾ പറയുന്ന QN+1. ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് പറയും, QN+1 എന്ന് പറയാം. അതായത് നെക്സ്റ്റ് സ്റ്റേറ്റാണ്. ഓക്കെ, ഇതിപ്പോൾ 2 വാല്യൂ കൊടുത്തു, AB എന്ന് പറഞ്ഞിട്ടുള്ള 2 വാല്യൂ കൊടുത്തു വിചാരിക്കാം. ഓക്കെ, ഇവിടെ 0 അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഔട്ട്പുട്ടാണല്ലോ കിട്ടുക അറ്റ് എ ടൈം, ഒരൊറ്റ ടൈമിൽ. ഓക്കെ, ഇങ്ങനെ ഈ ഔട്ട്പുട്ടിനെ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഔട്ട്പുട്ടിനെ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യും. അതായത് ഒരു സ്റ്റേറ്റിൽ ഈ ഔട്ട്പുട്ട് കിട്ടും, ഈ ഔട്ട്പുട്ടിനെ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുമ്പോൾ ഈ ഔട്ട്പുട്ട് എന്ത് പോകും, ഇങ്ങനെ പോയിട്ട് ഈ ഇൻപുട്ടിലേക്ക് തന്നെ വരൂലേ. അപ്പോൾ ഒരു ടൈമിൽ ഇവിടെ ഒരു മെമ്മറി വെക്കും. ഓക്കെ, ഈ മെമ്മറി വെച്ചിട്ട് ഈ മെമ്മറിയിലായിരിക്കും എന്ത് സ്റ്റോർ ചെയ്യുക, ഈ ഡാറ്റനെ സ്റ്റോർ ചെയ്യുക. ഓക്കെ, അതായിരിക്കും നെക്സ്റ്റ് സ്റ്റേറ്റിലെ നെക്സ്റ്റ് ക്ലോക്ക് പൾസിലെ ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലേ. ഈ 0 ആയിരിക്കും നെക്സ്റ്റ് ക്ലോക്ക് പൾസിലെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന 0 എന്താ, മുന്നത്തെ സ്റ്റേറ്റിൽ ഇവിടെ കിട്ടിയ 0 ആണല്ലോ ഈ 0 അല്ലേ. മുന്നത്തെ സ്റ്റേറ്റിൽ ഇവിടെ കിട്ടിയ 0 ആണ് ഈ 0. അപ്പോൾ മുന്നത്തെ സ്റ്റേറ്റ് നമ്മൾ എന്ത് പറയും, പ്രീവിയസ് സ്റ്റേറ്റ് എന്ന് പറയും. അതായത് ഈ മെമ്മറിയിലുള്ള ഡാറ്റ അല്ലേ, ഈ മെമ്മറിയിൽ നമ്മൾ ഈ 0 സ്റ്റോർ ചെയ്തു. ഇനി അടുത്തൊരു ക്ലോക്ക് പൾസ് ട്രിഗർ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുക, ഈ 0 മാറി ഈ ഔട്ട്പുട്ടിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ മുന്നത്തെ സ്റ്റേറ്റ് ഉണ്ട്, ആ മുന്നത്തെ സ്റ്റേറ്റിൽ നമ്മൾ പ്രീവിയസ് സ്റ്റേറ്റ് എന്ന് പറയും. അതിനെ നമ്മൾ എന്ത് പറയും, QN എന്ന് പറയും. ഇതാണ് മെമ്മറി സ്റ്റേറ്റ്, മെമ്മറി കണ്ടീഷൻ എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ ഓർ പ്രീവിയസ് സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ മെമ്മറി കണ്ടീഷൻ പ്രീവിയസ് സ്റ്റേറ്റ് എന്താ, നമ്മളൊരു ഇൻപുട്ടാണ്. നമുക്ക് QN+1 ആണ്, നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്. അതായത് ഈ 0 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു വാല്യൂ ഉണ്ടാവും, X എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടെങ്കിൽ X മേ ബി 0 or 1 അല്ലേ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ എന്ത് വരും ആൻസർ, ഇവിടെ Y വരുന്നു കഴിഞ്ഞാൽ ഈ Y ആണ് ഇവിടുത്തെ നെക്സ്റ്റ് സ്റ്റേറ്റ്. പിന്നെ ഈ Y നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ ഈ Y ഇവിടെ മെമ്മറിയിലെത്തും. അപ്പോൾ ഈ Y ആണ് ഇവിടുത്തെ QN അല്ലേ, അതായത് മെമ്മറി. ഓക്കെ, കൺഫ്യൂഷൻ ആക്കണില്ല. നെക്സ്റ്റ് ഡയറക്റ്റ് നമുക്ക് ട്രൂത്ത് ടേബിളിലേക്ക് പോയാൽ കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. നമ്മൾ 2 ഇൻപുട്ട് ഉണ്ട്, എസ് മാറും. QN ഒരു ഇൻപുട്ടാണ് അല്ലേ, മെമ്മറിയിലുള്ള വാല്യൂ ആണ് QN. ഓക്കെ, ഇനി QN+1 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ്, അതായത് QNഉം എസ്സും ആറും കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും, ഈ നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിരിക്കും നെക്സ്റ്റ് വാല്യൂത്തെ QN എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര ക്ലിയർ ആയി. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് എഴുതി വെക്കാം. QN എന്ന് പറഞ്ഞാൽ മെമ്മറി കണ്ടീഷൻ അല്ലെങ്കിൽ പ്രീവിയസ് സ്റ്റേറ്റ് ആണ്, QN+1 പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്. നമുക്ക് നോക്കിയാ, ഇനി നമ്മൾ ഇൻപുട്ട് കൊടുത്തു 0 0 0 0 0 0 0 0 1 0 1 0 അങ്ങനെ ഈ ഒരു 8 കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ടുകൾ കൊടുത്തു. ഇവിടെ 3 ബിറ്റുകളാണല്ലോ അല്ലേ, QN ഉണ്ട്. ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യം SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരു ചെറിയ ഒരു കോഡ് വേർഡ് പഠിച്ചു വെക്കുക.
SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരു കോഡ് വേർഡാണ് എന്ത് സ്രോ. അതായത് എസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 0 അതായത് എസ്സും ആറും 0 ആവുന്ന സമയത്ത് മെമ്മറി കണ്ടീഷൻ. ഓക്കെ, എസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 0 ആണ് സമയത്ത് മെമ്മറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ ക്യു എന്നിത്തെ വാല്യൂ, മെമ്മറി വാല്യൂ എന്നാണ് ക്യു എന്നിലെ വാല്യൂ, എന്താണോ ക്യു എന്നിലെ വാല്യൂ അത് തന്നെ ആയിരിക്കും എന്ത് ഔട്ട്പുട്ട് വരുന്നത്. നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് എസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 0 നോക്കാം. ഓക്കെ, ഇവിടെ എസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 0 അല്ലേ, ഇതാ ഈ ഒരു കണ്ടീഷൻ എസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 0 ആണ്. ഇനി വേറെ എവിടെ ഉള്ളത് എസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 0, എസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 0 കണ്ടോ, ഈ രണ്ട് മെമ്മറി കണ്ടീഷൻ. അപ്പോൾ നമുക്ക് എസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് എന്താണോ മെമ്മറി വാല്യൂ, മെമ്മറി വാല്യൂ എന്താണ് 0 ആണ്. അപ്പോൾ ആ 0 ഇവിടെ ഇട്ടു. ഓക്കെ, നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് എന്താണ് മെമ്മറി വാല്യൂ 1 ആണ്. ആ 1 ഇവിടെ ഇട്ടു. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് മെമ്മറി വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ് ആണ് എസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 1. ഓക്കെ, എസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യൂല, ഈ മെമ്മറീനെ കൺസിഡർ ചെയ്യൂല. ഇവിടെ ചെയ്യുന്ന ഫോർബിഡൻ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ്. എസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഫോർബിഡൻ കണ്ടീഷൻ, അത് നമ്മൾ ഡയറക്റ്റ് ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് വെക്കും. അതായത് നമ്മൾ ഇനി ഇതൊരു കെ മാപ്പിലൂടെ നമ്മൾ അതിൻ്റെ എക്സൈറ്റേഷൻ ഫംഗ്ഷൻ കാണുന്ന സമയത്തൊക്കെ ആ ഫോർബിഡൻ സ്റ്റേറ്റിനെ നമ്മളൊരു ഡോണ്ട് കെയർ ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് എസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 1 എവിടെ വരുന്നത്, എസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 1 ഇല്ല ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെമ്മറിയിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് അവിടെ ഒരു ഫോർബിഡൻ സ്റ്റേറ്റ് ആക്കി മാറ്റിയാൽ മതി. എസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു 1 ഫോർബിഡൻ കണ്ടീഷൻ. ഇനി ബാക്കിയുള്ളതൊക്കെ എസ്സിനെ ഫോളോ ചെയ്യാം. ഓക്കെ, ബാക്കി റിമൈനിങ് കാര്യങ്ങളൊക്കെ അത് സെറ്റിനെ ഫോളോ ചെയ്യുക. എന്താണ് ഇവിടെ എസ്, ഇവിടെ 0 ആണ്, ഇവിടെ 0 ഇട്ട് 1 ആണ് 1 ഇട്ടു, 0 ആണ് 0 ഇട്ടു, 1 ആണ് 1 ഇട്ടു. ഓക്കെ, ഇത്ര നോക്കിയാൽ മതി. ഇതാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ. നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കെ മാപ്പ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സൈറ്റേഷൻ ഫംഗ്ഷൻ കിട്ടും. ആ എക്സൈറ്റേഷൻ ഫംഗ്ഷനാണ് എന്ത് QN+1. അതായത് QN+1ൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സൈറ്റേഷൻ ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, QN+1 ഈക്വൽസ് ടു എസ് പ്ലസ് ആർ ബാർ QN. ഇത് കാണാതെ പഠിക്കണേ, ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും എക്സൈറ്റേഷൻ ഫംഗ്ഷൻ കാണാതെ പഠിക്കണം. എക്സൈറ്റേഷൻ ഫംഗ്ഷൻ ഈക്വൽ ടു എസ് പ്ലസ് ആർ ബാർ QN എസ്. ഓക്കെ, ഇത് നോക്കാം. ഓക്കെ, നമ്മൾ ഇതാണ് എസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, SR ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് റീസെറ്റ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെക്കാം. നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഇതായിരുന്നു ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എസ് ഉണ്ട്, ആർ ഉണ്ട്, ക്ലോക്ക് പൾസ് ഉണ്ട്, ക്യൂ ബാർ പറഞ്ഞിട്ട് 2 ഔട്ട്പുട്ട് ഉണ്ട്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നോക്കുന്നത്. ഡി ഫോർ ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പ് കൂടി പറയുന്നുണ്ട് കേട്ടോ. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് കൂടി ഉണ്ട്. ഓക്കെ, ഇനി ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇനി നമ്മൾ എസ് മാറും. ഈ എസ് മാറിനെയും 1 2 ഇങ്ങനെ ഷോർട്ട് ചെയ്ത് ഒരു നോട്ട് ഗേറ്റ് വെച്ച് ഷോർട്ട് ചെയ്താൽ, ഓക്കെ, നോട്ട് ഗേറ്റ് വെച്ച് ഷോർട്ട് ചെയ്താൽ നമുക്കിവിടെ ആകെ ഒരു ഇൻപുട്ട് പോരെ അല്ലേ, ഒറ്റ ഇൻപുട്ട് മതി കണ്ടോ. ആ ഇൻപുട്ടിന് നമ്മൾ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പായി മാറി. ഓക്കെ, അപ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം, അതായത് നമ്മൾ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടല്ലോ അല്ലേ നമ്മുടെ കയ്യിൽ. ഓക്കെ, ഇത് ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്ന് അറിയാം നമുക്ക്. ഈ SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ എന്ത് ചെയ്തു, ഈ എസും ആറും എന്ത് ചെയ്തു, ഇവിടെ വേണ്ട, ആറ് വെച്ച് ഒരു നോട്ട് ഗേറ്റ് വെച്ചിട്ട് ഷോർട്ട് ചെയ്തു അല്ലേ, ഡി കൊടുത്തു.
ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ എക്സൈറ്റേഷൻ ഫംഗ്ഷൻ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ട്രൂത്ത് ടേബിൾ നോക്കുന്ന സമയത്ത് എന്താണ് ഇവിടെ ക്യൂ എൻ മെമ്മറിയിൽ എന്ത് ചേഞ്ച് വന്നാലും അതിൽ Qn+1 ഒരു ചേഞ്ചും വരില്ല. ഓക്കെ, ഇവിടെ വരുന്നത് Qn+1 ഫോളോസ് ഓൺ ഡി. അതായത് എന്താണോ ഡി അത് തന്നെ ആയിരിക്കും Qn+1. അതായത് ഡി 0 ആകുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റും 0 ആവും. ഡി 0 ആകുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആവും. ഡി 1 ആവുന്ന സമയത്ത് നെക്സ്റ്റ് സ്റ്റേറ്റ് 1 ആവും. ഡി 0 ആകുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് 0, 1 ആകുമ്പോൾ 1. ഇവിടെ യാതൊരുവിധ ചേഞ്ചും വരില്ല. ഇനി വേറെ കാര്യം, നമ്മൾ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ക്ലോക്ക് സിഗ്നൽ 1 ആവുന്ന സമയത്ത് മാത്രമാണ്. ക്ലോക്ക് സിഗ്നൽ 0 ആവുന്ന സമയത്ത് ഈ മൊത്തം കാര്യങ്ങൾ എവിടെയും 1 ആവില്ല. ഓക്കെ, ക്ലോക്ക് സിഗ്നൽ 1 ആവുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഇത് മൊത്തത്തിൽ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ക്ലോക്ക് സിഗ്നൽ 0 ആയി കഴിഞ്ഞാൽ 0ൻ്റെ ഏതൊരു കണ്ടീഷൻ ഉണ്ടെങ്കിലും ഈ ഔട്ട്പുട്ടിലേക്ക് ഡാറ്റ വരില്ല. ക്ലോക്ക് സിഗ്നൽ 1 ആവണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സൈറ്റേഷൻ ഫംഗ്ഷൻ എന്ത് വരും? എക്സൈറ്റേഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ Qn+1 വാല്യൂ അല്ല, Qn+1 = D എന്ന് വരും എക്സൈറ്റേഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, നമ്മൾ ഇവിടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കിയില്ലേ? SR ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കി. ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണല്ലോ. ഇനി നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതായത് ഇവിടെ 2 ഔട്ട്പുട്ട് ഉണ്ട് അല്ലേ? Q പറഞ്ഞ ഔട്ട്പുട്ടും Q ബാർ എന്ന് പറഞ്ഞിട്ട് 2 ഔട്ട്പുട്ടാണുള്ളത്. അപ്പോൾ Q എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ടിൽ നിന്ന് സെക്കൻഡ് NAND ഗേറ്റിലേക്ക് ഒരു ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, Q ബാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഔട്ട്പുട്ടിൽ നിന്ന് ഫസ്റ്റ് NAND ഗേറ്റിലേക്കും എന്ത് കൊടുത്തു? ഒരു ഫീഡ്ബാക്ക് ചെയ്തു. ഇത്രയേ ഉള്ളൂ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കുക, അതിൻ്റെ ഔട്ട്പുട്ടുകളിൽ നിന്ന് ഫസ്റ്റ് ഇൻപുട്ടുകളിലേക്ക് എന്ത് കൊടുത്തു? ഫീഡ്ബാക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുക? Q ബാർ ഉണ്ട്, ഇതുണ്ടോ? ക്യൂയിൽ നിന്ന് എന്ത് ചെയ്തു? Q ബാറിലേക്ക് ഒരു ഔട്ട്പുട്ട് കൊടുത്തു. അതുപോലെ Q ബാറിൽ നിന്ന് ഫസ്റ്റ് ഇൻപുട്ടിലേക്ക് ഒരു ഫീഡ്ബാക്ക് ചെയ്തു. ഇതാണ് എന്ത്? JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, നമ്മളിനി എക്സൈറ്റേഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ എക്സൈറ്റേഷൻ ടേബിൾ ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ട്രൂത്ത് ടേബിളിൽ അല്ല ഇവിടെ പറയാം, എക്സൈറ്റേഷൻ ടേബിൾ എന്നാണ് പറയാം. ഓക്കെ, അതായത് നെക്സ്റ്റ് സ്റ്റേറ്റുള്ള വാല്യൂ ഇതിങ്ങനെ ടോഗിൾ ചെയ്ത് പോകുമല്ലോ, അതുകൊണ്ട് ഇതൊരു എക്സൈറ്റേഷൻ ടേബിൾ എന്നാണ് പറയാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? S=R=0 വരുന്ന സമയത്ത് മെമ്മറി കണ്ടീഷൻ അല്ലേ? ഓക്കെ, മെമ്മറി കണ്ടീഷൻ എന്താ? Qn എന്താണ് ആ വാല്യൂ തന്നെ Qn+ലേക്ക് വരും. ഓക്കെ, അതുപോലെ ഇവിടെ J=K=0 ആവുന്ന സമയത്ത് മെമ്മറി കണ്ടീഷൻ. ഓക്കെ, ഒന്ന് പഠിച്ചാൽ മതി. അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്, J=K=1 ആവുന്ന സമയത്ത് നമ്മൾ S=R=1 ആവുന്ന സമയത്ത് എന്താ പറഞ്ഞത്? ഒരു ഫോർബിഡൻ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ഫോർബിഡൻ കണ്ടീഷൻ? അതവിടെ ഒരു ഇൻറ്റു മാർക്ക് ആക്കിയിട്ട് നമ്മൾ ഡോണ്ട് കെയർ ടൈം ആക്കിയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. പക്ഷേ J=K=1 ആവുന്ന സമയത്ത് ഫോർബിഡൻ കണ്ടീഷൻ അല്ല, ടോഗ്ലിംഗ് സ്റ്റേറ്റാണ്. അപ്പോൾ എന്താണ് ഈ ടോഗിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? Qnൻ്റെ വാല്യൂ നോക്കും, മെമ്മറി വാല്യൂ നോക്കും, മെമ്മറി വാല്യൂള്ള ഡാറ്റ ടോഗിൾ ചെയ്ത് മാറ്റും. Qn+1 വരും, നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് ടോഗിൾ ചെയ്ത് മാറ്റുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ Qnലെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ അതിനെ ടോഗിൾ ചെയ്തിട്ട് 1 ആക്കിയിട്ടാണ് Qn+1 കൊണ്ടുവരാം. ഓക്കെ, Qnലെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ അതിന് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്ത് 0 ആക്കിയിട്ട് മാറ്റിയിട്ടാണ് Qn+1 കൊണ്ടുവരാം. നമുക്ക് J=K=0 നോക്കണം, J=K=1 നോക്കണം. ഓക്കെ, ഇനി നമ്മൾ J=K=0 കണ്ടീഷൻ നോക്കിക്കോ. J=K=0 അല്ലേ? J=K=0 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ട്, ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തത്.
അപ്പോൾ എന്താണ് ജെ ഈക്വൽ ടു കെ ഈക്വൽ ടു 0 വരുമ്പോൾ മെമ്മറി കണ്ടീഷൻ എന്താണോ മെമ്മറിയിലുള്ള വാല്യൂ ക്യു എന്നിലുള്ള വാല്യൂ അത് തന്നെ ക്യു എൻ പ്ലസ് വണ്ണിലേക്ക് വന്നു അല്ലേ, 0 ആണ്, 0 വന്നു. ജെ ഈക്വൽ ടു കെ ഈക്വൽ ടു 0 നെക്സ്റ്റ് സ്റ്റേറ്റ് ഇവിടെയാണുള്ളത്, എന്താണോ മെമ്മറി വാല്യൂ 1 ആണ്, മെമ്മറിയിലേക്ക് തന്നെ വന്നു. നെക്സ്റ്റ് ജെ ഈക്വൽ ടു കെ ഈക്വൽ ടു 1 വരുമ്പോൾ ടോഗ്ലിംഗ് കണ്ടീഷനാണ് അല്ലേ, അതെന്താ നോക്കാം നമുക്ക്. ജെ ഈക്വൽ ടു കെ ഈക്വൽ ടു 1 വരുന്ന സമയത്ത് മെമ്മറി വാല്യൂ നോക്കും, മെമ്മറി വാല്യൂ 0 ആണുള്ളത്, അതിനെ ടോഗിൾ ചെയ്തിട്ട് 1 ആക്കി മാറ്റി. ഓക്കെ, ടോഗിൾ. നെക്സ്റ്റ് ജെ ഈക്വൽ ടു കെ ഈക്വൽ ടു 1 ആണ്, എന്താണോ മെമ്മറി വാല്യൂ 1 ആണുള്ളത്, 1നെ ടോഗിൾ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു 0 ആക്കി മാറ്റി. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞത്, ബാക്കിയുള്ളതൊക്കെ എസ്സിനെ ഫോളോ ചെയ്യുക എന്നല്ല പറഞ്ഞത്, ഇവിടെ ബാക്കിയുള്ളതൊക്കെ ജെനെ ഫോളോ ചെയ്യുക. ജെനെ ഫോളോ ചെയ്യുമ്പോൾ 0 1 0, ഇവിടെ 0 ആണ്, ഔട്ട്പുട്ട് 0 എഴുതി. ഇവിടെ ജെ ഈക്വൽ ടു 1 ആണ്, ഔട്ട്പുട്ട് 1 എഴുതി. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു എക്സൈറ്റേഷൻ ഫംഗ്ഷൻ കിട്ടും. എക്സൈറ്റേഷൻ ഫംഗ്ഷൻ ആണ് ക്യു എൻ പ്ലസ് 1 ഈക്വൽ ടു ജെ ക്യു എൻ ബാർ പ്ലസ് കെ ബാർ ക്യു എൻ, ജെ ക്യു എൻ ബാർ പ്ലസ് കെ ബാർ ക്യു എൻ. ഓക്കെ ആണല്ലോ. നമ്മൾ ഇനി നെക്സ്റ്റ് ആണ് എന്ത്, ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയും. ഓക്കെ, ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് അതായത് ഇവിടെ നോക്കുക, നമ്മളൊരു എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്തു. എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണല്ലോ അല്ലേ ഇത്, അല്ലേ, ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഇവിടെ നിന്ന് ഇൻപുട്ട് ഇവിടേക്ക് കൊടുത്തു, ഇവിടെ നിന്ന് ഒരു ഫീഡ്ബാക്ക് ഇങ്ങോട്ടേക്ക് കൊടുത്തു, ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയല്ലോ. ഇവിടെ എന്തുണ്ടായിരുന്നു, ജെ കെ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഇൻപുട്ടുകൾ ഉണ്ടായിരുന്നു അല്ലേ. ഇനി അല്ലേ, ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ജെ ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ ഒരു കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വരുന്ന സമയത്ത് ഈ ജെയും കെയും ഷോർട്ട് ചെയ്ത് മാറ്റി ഒരൊറ്റ സിംഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കി മാറ്റി. ഓക്കെ, ഈ ജെയും കെയും എന്ത് ചെയ്തു, ഷോർട്ട് ചെയ്തു. ഇങ്ങനെ വരുന്ന ജെയും ഇങ്ങനെ വരുന്ന കെയും ഷോർട്ട് ചെയ്ത് മാറ്റി എന്താക്കി, ഒരു സിംഗിൾ സിംഗിൾ ഇൻപുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കി മാറ്റി. ഈ സിംഗിൾ ഇൻപുട്ടിനെ ഞാൻ എന്ത് പറയുന്നത്, ഇതാണ് ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻപുട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സൈറ്റേഷൻ ഫംഗ്ഷൻ നോക്കാം. അതായത് എപ്പോഴാണോ ടി ഈക്വൽ ടു 1 വരുന്നത്, ടി ഈക്വൽ ടു 1 വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ക്യു എൻ ടി ഈക്വൽ ടു 1 വരുന്ന സമയത്ത് ടോഗിൾ ചെയ്യുക. ആരെയാണ് ടോഗിൾ ചെയ്യേണ്ടത്, ക്യു എന്നിനെ ടോഗിൾ ചെയ്തിട്ട് ക്യു എൻ പ്ലസ് 1ലേക്ക് കൊണ്ടുവരാം. എവിടെയാണ് ടി ഈക്വൽ ടു 1 വരുന്ന കണ്ടീഷൻ. ഓക്കെ, ടി ഈക്വൽ ടു 1 എവിടെ വരുന്നത്, ടി ഈക്വൽ ടു 1 ഇവിടെ വരുന്നുണ്ട് അല്ലേ. ടി ഈക്വൽ ടു 1, ടി ഈക്വൽ ടു 1 ക്യു എൻ നോക്കാം, ക്യു എൻ 0 ആണ്, 0നെ ടോഗിൾ ചെയ്തിട്ട് നമുക്ക് 1 ആക്കി മാറ്റി. ഇവിടെ നെക്സ്റ്റ് ഇവിടെ വരുന്നുണ്ട് ടി ഈക്വൽ ടു 1, ടി ഈക്വൽ ടു 1 ക്യു എൻ ഈക്വൽ ടു 1, അതിന് ടോഗിൾ ചെയ്തിട്ട് 0 ആക്കി മാറ്റി. ഓക്കെ, ഇനി നോക്കാം ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എന്താണോ മെമ്മറി വാല്യൂ അത് തന്നെ, മെമ്മറി 0 ആണ്, ഇവിടെ മെമ്മറി 1 ആണ്. ഓക്കെ, അത് തന്നെ നമ്മൾ എന്ത് ചെയ്തിൽ എഴുതാം, ക്യു എൻ പ്ലസ് 1ലേക്ക് എഴുതാം. ക്യു എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ടോഗ്ലിംഗ് ദ മെമ്മറി വാല്യൂ വെൻ ടി ഈക്വൽ ടു 1. ഓക്കെ, ഇനി നമുക്കറിയാം, നോക്കിയാ ഈ ഒരു ട്രൂത്ത് ടേബിൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, 2 ഇൻപുട്ട് 0 0, അതിൽ ക്യു എൻ ടി എന്ന് പറഞ്ഞിട്ടുള്ള 2 ഇൻപുട്ട്, ഇവിടെ 0 0 0 1 1 0 1 1 1. ഓക്കെ, ഔട്ട്പുട്ട് വരുന്നത് 0 1 1 0. ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെ സർക്യൂട്ടാണ്, എക്സോർ ഗേറ്റ് ആണ് അല്ലേ, എക്സോർ ഗേറ്റ് അല്ലേ. അതായത് ക്യു എന്നും ടിയും എക്സോർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ക്യു എൻ പ്ലസ് 1 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ക്യു എൻ പ്ലസ് 1 ഈക്വൽ ടു ക്യു എൻ പ്ലസ് ടി എന്ന് എഴുതി, ക്യു എൻ എക്സോർ ടി എന്ന് എഴുതി കൂടെ അല്ലേ. ക്യു എൻ ഈക്വൽ ടു ക്യു എൻ പ്ലസ് 1 ഈക്വൽ ടു ക്യു എൻ എക്സോർ ടി എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് എക്സൈറ്റേഷൻ ഫംഗ്ഷൻ. അപ്പോൾ എക്സൈറ്റേഷൻ ഫംഗ്ഷൻസ് മാത്രം ഒന്ന് എടുത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യണം, കാണാതെ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക,
അത് കുറച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ് ശ്രദ്ധിക്കുക. ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മളെ ബാക്കിയുള്ള എല്ലാ സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെയും ബേസിക് ബ്ലോക്കായിട്ട് നമ്മൾ എന്താക്കി മാറ്റുന്നുണ്ട്, ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഷിഫ്റ്റ് രജിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ്, നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ഇത് ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൗണ്ടർ ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൗണ്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സീക്വൻഷ്യൽ സർക്യൂട്ടിനെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്കായിട്ട് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൗണ്ടേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രീക്വൻസി ഡിവൈഡർ ആക്കിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഫ്രീക്വൻസി ഡിവൈഡർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരാ, ഫ്ലിപ്പ് ഫ്ലോപ്പിനാണ്. ഷിഫ്റ്റ് രജിസ്റ്റർ, സ്റ്റോറേജ് രജിസ്റ്റർ, പിന്നെ ബൗൺസ് എലിമിനേഷൻ സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1 ബിറ്റ് ഓഫ് ഡിജിറ്റൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് 1 ബിറ്റ് ഓഫ് ഡിജിറ്റൽ ഡാറ്റ. ഓക്കെ, ഡാറ്റ ട്രാൻസ്ഫറിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ലാച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, രജിസ്റ്റേഴ്സ്, മെമ്മറി. ഓക്കെ, ഇതൊക്കെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ആപ്ലിക്കേഷൻസ്. നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോകാം പെട്ടെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്. ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് ആണെങ്കിൽ അത് എന്ത് വെച്ചിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുക, ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, കണ്ടീഷൻ ഷോൺ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്, നോ ചേഞ്ചസ് നെക്സ്റ്റ് സ്റ്റേറ്റ് ഫ്രം ദ പ്രസൻറ്റ് സ്റ്റേറ്റ്. അതായത് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പാണ്, നോ ചേഞ്ച്, മെമ്മറി വാല്യൂ ഉള്ളത് നോ ചേഞ്ച്. ഓക്കെ, പ്രസൻറ്റ് സ്റ്റേറ്റ് അതായത് QN+1, QN+1ഉം QNഉം. ഓക്കെ, ഇതിനെ നമ്മൾ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ പ്രീവിയസ് സ്റ്റേറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഇതിനെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. എന്തായാലും കുഴപ്പമില്ല, ഒന്ന് മുന്നത്തെയോ ഒന്ന് ബാക്കത്തെയോ. ഓക്കെ, ഇത് തമ്മിൽ യാതൊരു ഒരു ചേഞ്ചും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ J=K=0 ആവണ കണ്ടീഷനിലല്ലേ. ഇതിലിപ്പോൾ 0 എന്നുള്ള വാല്യൂ ഇതിലും 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, J=K=0 ആവണം അല്ലേ. ഇതാണ് മെമ്മറി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ കണ്ടീഷനിൽ 1 ആണെങ്കിൽ QN 1 ആയിരിക്കും. അപ്പോൾ J=K=0. ഓക്കെ, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ ബി മെയ്ഡ് ഫ്രം എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ബൈ മേക്കിംഗ്. ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ഓക്കെ, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ഒരു നോട്ട് ചെയ്ത് കൊടുത്താലോ ഡി ആയി അല്ലേ. അപ്പോൾ J=K ബാർ ആണ് ആൻസർ. വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോറിങ് 1 ബിറ്റ് ഡിജിറ്റൽ ഡാറ്റ. 1 ബിറ്റ് ഡിജിറ്റൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ, NAND ഗേറ്റ് ആണോ. NAND ഗേറ്റ്, NOR ഗേറ്റ് ഒന്നും ഒരു മെമ്മറി യൂണിറ്റ് അല്ല, അതൊരു ഗേറ്റ്സാണ്. രജിസ്റ്റർ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഫ്ലിപ്പ് ഫ്ലോപ്പും സ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് 1 ബിറ്റ് ഓഫ് ഡിജിറ്റൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. രജിസ്റ്റർ ആണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ രജിസ്റ്റർ പെയറൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാം. വിച്ച് യൂസ്ഡ് ടു സ്റ്റോറിങ് 1 ബിറ്റ് ഡിജിറ്റൽ ഡാറ്റ. ശരി, സെയിം ക്വസ്റ്റ്യൻ ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ്, മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻ ഓഫ് യൂസ്ഡ് ഇൻ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതായത് നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് പറഞ്ഞല്ലോ, J=K=1 ആവണ കേസിൽ QN വാല്യൂ 0 ആണ് വിചാരിക്കുക. QN+1 വാല്യൂ എന്തായിരിക്കും, 1 ആവും. ഇതിനെ ടോഗിൾ ചെയ്തിട്ട് 1 ആക്കും അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു ലോങ് ക്ലോക്ക് സിഗ്നലില്ല ഒരു പീരിയഡിലുള്ളൊരു സിഗ്നലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ലോങ് ക്ലോക്കിൽ നമ്മളൊരു ഇൻപുട്ട് ചേഞ്ച് വരാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇങ്ങനെ ഉള്ള ഈ ഒരു കണ്ടീഷനിൽ ഇത് ടോഗ്ലിംഗ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇൻപുട്ട് ഇങ്ങനെ മാറി മാറി വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, അതായത് ഔട്ട്പുട്ട് 0 അല്ലെങ്കിൽ 1 അല്ലേ നമുക്ക് വേണ്ടത്. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഇങ്ങനൊരു സിഗ്നൽ ഉണ്ടെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് 0 ആണ് നമുക്കറിയാം, അവിടെ 1 ആണ് അറിയാം, ഇവിടെ 1 ആണെന്ന് അറിയാം. പക്ഷെ ഇങ്ങനൊരു കണ്ടീഷനിൽ നമുക്ക് ഇത് എന്ത് ചെയ്യില്ല, ഒരു അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലേ, ഒരു അൺസർട്ടനിറ്റി ആണ്. ഇത് ഔട്ട്പുട്ട് 0 ആണോ 1 ആണോ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഈ ഒരു കണ്ടീഷനെ നമ്മൾ എന്ത് പറയുന്നത്, റൈസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ റൈസ് അറൗണ്ട് കണ്ടീഷനിൽ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ത്, മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ്
യൂസ്ഡ് ടു എന്താണ് ഇൻക്രീസ്ഡ് ക്ലോക്കിംഗ് റേറ്റ്, റെഡ്യൂസ് പവർ ഡെസിപ്പേഷൻ, എലിമിനേറ്റ് റൈസ് അറൗണ്ട് കണ്ടീഷൻ, ഇംപ്രൂവ്സ് റിലയബിലിറ്റി. എന്താണ് ആൻസർ? എലിമിനേറ്റ് റൈസ് അറൗണ്ട് കണ്ടീഷൻ. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോജിക് സർക്യൂട്ട് ഡു നോട്ട് ഹാവ് നോ ചേഞ്ച് കണ്ടീഷൻ? നോ ചേഞ്ച് കണ്ടീഷനുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏതാ? അതായത് നോ ചേഞ്ച് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2n വാല്യൂ 2n + 1 വാല്യൂ ഇത് 0 ആണെങ്കിൽ ഇത് 1 ആയി കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് വന്നു അല്ലേ? ഇത് 1 ആയാൽ ഇത് 0 ആണെങ്കിൽ ചേഞ്ച് വന്നു. ബാക്കിയില്ല SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മൾ ചേഞ്ച് വരുന്നുണ്ട്, JKയിൽ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ? അത് JKയിൽ ടോഗ്ലിംഗ് വരുന്നില്ലേ? പിന്നെ Tയിലും ചേഞ്ച് വരുന്നുണ്ട്. ആൻസർ വരുന്നത് D ആയിരിക്കും. D QNനെ കൺസിഡർ ചെയ്യാനില്ല. D എന്താണോ വാല്യൂ അത് മാത്രമായിരിക്കും QN+1 വാല്യൂ. ഓക്കെ. അപ്പോൾ നോ ചേഞ്ച് വരുന്നത് D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി അതർ നെയിം ഓഫ് D ഫ്ലിപ്പ് ഫ്ലോപ്പ്? D ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പ്. 1 ഇൻപുട്ട് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് അല്ലേ? എസും ആറും. ഇതിനെ 1 ഇൻപുട്ട് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെന്ത് പറയും? D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയും. ഓക്കെ. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ അയച്ചു തരാം, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് ആപ്ലിക്കേഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് പറഞ്ഞു. ഇനി ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഓക്കെ. ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ, രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? യൂസ്ഡ് ടു സ്റ്റോർ ബൈനറി ഇൻഫോർമേഷൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി യൂണിറ്റ് ആണ് എന്ത്? രജിസ്റ്റർ എന്ന് പറയുമ്പോൾ. ഓക്കെ. അപ്പോൾ ഈ രജിസ്റ്റർ 2 തരത്തിലുണ്ട്. ബൈനറി രജിസ്റ്റേഴ്സ് ഉണ്ട്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു സർക്യൂട്ട് ഉണ്ട്. ഓക്കെ. ഇവിടെ ഇൻപുട്ട് എത്തിയ ഡാറ്റനെ അടുത്ത ഒരു സർക്യൂട്ടിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻപുട്ട് വാല്യൂവിനെ ട്രാൻസ്ഫർ ചെയ്ത് പോകണം, അപ്പുറത്തേക്ക് എത്തിക്കണം. ഓക്കെ. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്താണ് എന്ത്? ഷിഫ്റ്റ് രജിസ്റ്റർ. അതായത് ഒരു ഇൻപുട്ട് വാല്യൂവിനെ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ഇൻ വിച്ച് ഡാറ്റ ക്യാൻ ബി ഷിഫ്റ്റഡ് ഇസ് കോൾഡ് ഷിഫ്റ്റ് രജിസ്റ്റർ. ഓക്കെ. അപ്പോൾ ഷിഫ്റ്റ് രജിസ്റ്റർ ആണെങ്കിൽ അതിന് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. സ്റ്റോർ 1 ബിറ്റ് ഇഫ് അനദർ ബിറ്റ് ഈസ് സ്റ്റോർഡ്. ഓക്കെ. ഇത് സിറ്റുവേഷൻ ഡിലീറ്റ്സ് ദ പ്രീവിയസ് സ്റ്റേറ്റ്. ഓക്കെ, അത് വേണ്ട. പിന്നെ നമുക്ക് ഒരു 4 ബിറ്റ് ഡാറ്റയാണ് 4 ബിറ്റ് ഡാറ്റയാണ് എന്ത് ചെയ്യേണ്ടത്? ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ അതിന് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഓക്കെ. ഇതാണ് നമുക്ക് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഒരു ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് 4 സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട്, സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട്, സീരിയൽ ഇൻപുട്ട്, പാരലൽ ഔട്ട്പുട്ട്, പാരലൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട്, പാരലൽ ഇൻപുട്ട്, പാരലൽ ഔട്ട്പുട്ട്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ ഫിഗേഴ്സാണിത്. സർക്യൂട്ട് കാര്യങ്ങളൊന്നും വേണ്ട. ഇവിടെ കണ്ടോ, സീരിയലായിട്ട് ഡാറ്റ ഇൻപുട്ട് ചെയ്താൽ സീരിയലായിട്ട് ഡാറ്റ ഔട്ട്പുട്ട് ചെയ്തു. ഓക്കെ. അതാണ് സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട്. ഇനി സീരിയലായിട്ട് ഡാറ്റ ഇൻപുട്ട് ചെയ്തു 0 1 0 അങ്ങനെ, എന്നിട്ട് എന്ത് ചെയ്യാം? പാരലലായിട്ട് ഡാറ്റ ഔട്ട്പുട്ട് ചെയ്തു. ഓക്കെ. ഇനി പാരലൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട്. ഓക്കെ. പാരലലായിട്ട് ഇൻപുട്ട് ചെയ്തു, സീരിയലായിട്ട് ഔട്ട്പുട്ട് ചെയ്തു. ഇനി പാരലൽ ഇൻപുട്ട്, പാരലൽ ഔട്ട്പുട്ട്, പാരലൽ ഇൻപുട്ട്, പാരലൽ ഔട്ട്പുട്ട്. ഇതാണ് 4 ടൈപ്പ് ഓഫ് രജിസ്റ്റർ കേട്ടോ. ഇനി ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോ നോട്ട് അപ്ലിക്കേഷൻ ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റർ? ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ അപ്ലിക്കേഷൻ അല്ലാതെ എന്താ? സീരിയൽ ടു പാരലൽ കൺവേർട്ട് ചെയ്യുന്നില്ലേ? അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ട് ചെയ്യുന്നുണ്ടോ നോക്കാം നമുക്ക്. പാരലൽ ടു സീരിയൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഡാറ്റ സ്റ്റോറേജിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻസർ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷന് വേണ്ടി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് 8 ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ. 8 ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 8 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യാം. ഓക്കെ. 8 ബിറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 8 ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് കൗണ്ടേഴ്സിനെ നോക്കാം. എന്താണ് കൗണ്ടേഴ്സ്? അതായത് ഒരു
നമുക്കൊരു ക്ലോക്ക് ഇൻപുട്ടിനെ, അതായത് ഒരു സർക്യൂട്ടാണ്, ഇതിലേക്ക് കൊടുക്കുന്ന ക്ലോക്ക് ഇൻപുട്ടിനെ കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ സർക്യൂട്ട്, എന്തെങ്കിലും ഒരു ഇവൻറ്റിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഒരു ഇവൻസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് എന്ത് പറയുന്നത്, കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടെ, നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാം. ഓക്കെ, ഈ വാഷിംഗ് മെഷീനിൽ നമ്മൾ റൊട്ടേഷൻ ഉണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ആൻറ്റി ക്ലോക്ക് വൈസിലായി തിരിയും അല്ലേ. ക്ലോക്ക് വൈസ് തിരിയും, ആൻറ്റി ക്ലോക്ക് വൈസ് തിരിയണം. ഓക്കെ, പിന്നെ ഒരു പർട്ടിക്കുലർ റൊട്ടേഷൻ കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വാട്ടർ ഫില്ല് ചെയ്യണം അല്ലേ. വാട്ടർ ഫില്ല് ചെയ്യണം, അത് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ടൈം കഴിഞ്ഞിട്ട് ആ വാട്ടർ ലെവൽ ചെയ്തിട്ട് പിന്നെയും റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വാഷിംഗ് മെഷീൻ്റെ ICയിൽ കൗണ്ടേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് ഇവൻറ്റിനെ കൗണ്ട് ചെയ്യും. ഇത്ര നമ്പർ ഓഫ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യുക, റൊട്ടേഷൻ തിരിക്കുക, റൊട്ടേഷൻ തിരിച്ചിട്ട് വെള്ളം നിറക്കുക, സ്പിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൗണ്ടർ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവൻസിനെ കൗണ്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഈ ടൈമിംഗ് ഇവൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് AC യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ടർ യൂസ് ചെയ്യുന്നത്, ഇവൻസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കൗണ്ടർ എന്ന് പറഞ്ഞാൽ കൗണ്ടർ സർക്യൂട്ട് 2 തരത്തിലുള്ള കൗണ്ടർ സർക്യൂട്ടാണ് നമ്മൾ റീസെൻ്റ്ലി പറയുന്നത്. ഫസ്റ്റ് വൺ സിങ്ക്രണസ് കൗണ്ടറും അസിങ്ക്രണസ് കൗണ്ടറും. ഓക്കെ, സിങ്ക്രണസ് കൗണ്ടറും അസിങ്ക്രണസ് കൗണ്ടർ ഉണ്ട്. ഈ ചോദിക്കാൻ ചാൻസ് അസിങ്ക്രണസ് കൗണ്ടറിൻ്റെ ഒരു എക്സാമ്പിളാണ് റിപ്പിൾ, ക്യാരി, ആഡ്. ഓക്കെ, കൗണ്ടർ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, റിപ്പിൾ കൗണ്ടർ എന്ന് എഴുതിയാൽ മതി, റിപ്പിൾ കൗണ്ടർ. ഓക്കെ, ഇത് കൗണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പ് കൗണ്ടർ നോക്കാം. വേറൊരു എക്സാമ്പിൾ, വേറൊരു കാറ്റഗറിയാണ് അപ്പ് കൗണ്ടർ. അപ്പ് കൗണ്ടർ പറഞ്ഞാൽ ഫസ്റ്റ് 1 കൗണ്ട് ചെയ്യും, 2 കൗണ്ട് ചെയ്യും, 3 കൗണ്ട് ചെയ്യും, 4 കൗണ്ട് ചെയ്യും. ഓക്കെ, ഇപ്പം ഒരു വാഷിംഗ് മെഷീനിൽ 4 തവണ കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 4 തവണ കൗണ്ട് ചെയ്തിട്ട് നെക്സ്റ്റ് പിന്നെ വീണ്ടും 1 മുതൽ കൗണ്ട് ചെയ്യും. ഇത് ഏതൊരു നമ്പറും ആവട്ടോ, നമുക്ക് എന്താക്കാം, 2 കൗണ്ട് ചെയ്യുക, 4 കൗണ്ട് ചെയ്യുക, 8 കൗണ്ട് ചെയ്യുക, ഇങ്ങനെ കൂട്ടി പോവാം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പ് കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നൊക്കെ ചോദിക്കാം. പക്ഷെ അതിനൊക്കെ നമ്മൾ ഇതിൻ്റെ സ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്കറിയണം, അത്ര ഡീറ്റെയിൽ ആയി നമുക്ക് പോകണ്ട. നെക്സ്റ്റ് ആണ് എന്ത്, ഡൗൺ കൗണ്ടർ. ഡൗൺ കൗണ്ടർ ആകുമ്പോൾ ഇത് നേരെ തിരിച്ച് 16 കൗണ്ട് ചെയ്യും, 8 കൗണ്ട് ചെയ്യും, 7 കൗണ്ട് ചെയ്യും, ഇങ്ങനെ പോകുന്ന ഇതാണ്. നെക്സ്റ്റ് ആണ് റാൻഡം കൗണ്ടർ ഉണ്ട് അല്ലേ. റാൻഡമായിട്ട് കൗണ്ട് ചെയ്യാം, 16, 1, 4, 18 ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോവുക, റാൻഡം സിഗ്നലിനെ. ഇതൊക്കെയാണ് കൗണ്ടറിൻ്റെ ഒരു എക്സാമ്പിൾസ്. ഓക്കെ, കൗണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ്. കണ്ടോ, ഇതൊക്കെ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിജിറ്റൽ സർക്യൂട്ടിൻ്റെ ഒരു ആകെ തുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് കയ്യിൽ തരാം, അത് നന്നായിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി. അപ്ലിക്കേഷൻ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഫ്രീക്വൻസി ഡിവൈഡേഴ്സ് ആണ് ഒരു അപ്ലിക്കേഷൻ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, ഫ്രീക്വൻസി ഡിവൈഡറായിട്ട് യൂസ് ചെയ്യുന്ന സീക്വൻസി സർക്യൂട്ട് ഏതാണെന്ന് ചോദിക്കാം. ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് ആൻസർ കേട്ടോ. ഓക്കെ, ശരി.